രാവിലെ തന്നെ എഴുന്നിട്ട് പുറത്തേക്ക് നോക്കിയപ്പോൾ നല്ല മഴ കേട്ടോ. അങ്ങനെ മഴ മാറിനായിരിക്കും ഞങ്ങൾ പുറത്തേക്കൊന്നും ഇറങ്ങിയില്ല. അങ്ങനെ മഴയൊക്കെ ഒന്ന് കുറഞ്ഞപ്പോൾ ഞങ്ങളൊന്ന് പുറത്തേക്കൊന്ന് ഇറങ്ങി അവിടെ കുറച്ച് നേരം ഇരുന്നു കേട്ടോ. അപ്പോഴേക്കും നമ്മൾ കാത്തുമ്പോൾ ഭയങ്കര വാശിയായിട്ടുണ്ട്. കാരണം ഇപ്പോൾ അവളെ പാലുകൂടി നിർത്താനുള്ള ശ്രമത്തിലാണ് നമ്മൾ. അപ്പം അതിൻ്റെതായ നല്ല വാശി അവൾക്കുണ്ട് കേട്ടോ. നമ്മൾ ഇത്രയും നാളത്തെ ഒരു കാര്യം ഇല്ലാതെ ആകുമ്പോൾ ഒരു ശീലക്കേട് പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ഒരു ശീലക്കേടും കാര്യമുണ്ട്. അപ്പോൾ ഞാൻ രാവിലെ തന്നെ പാലെടുത്തിട്ട് അവൾക്ക് കാച്ചി കൊടുക്കാൻ വേണ്ടിയിട്ട് അടുക്കളയ്ക്ക് പോവാട്ടോ. ഒക്കത്തൊന്നും ഇറങ്ങണേ ഇല്ല. പാലുകൂടി നിർത്തേണ്ട ഒരു ദേഷ്യം അവളിങ്ങനെയൊക്കെയാണ് തീർക്കുന്നത്. എപ്പോഴും ഒക്കെ തന്നെ ഇരുന്ന് കരഞ്ഞ് അടിച്ച് എന്താ പറയുക, സ്റ്റീൽ കപ്പ് കൊണ്ടൊക്കെ എൻ്റെ തലക്കിട്ട് അടിക്കുന്നത്. പിന്നെ നമ്മൾ കുറച്ച് നേരമൊക്കെ വിട്ടു കൊടുക്കുന്നുണ്ട്. സാധാരണ അവൾ അടിക്ക് വല്ലതും ചെയ്ത് നമ്മൾ നല്ല ചീത്ത പറഞ്ഞിട്ട് അവളെ ചെയ്യാതിരുത്തും. പക്ഷേ ഇപ്പോഴും നമ്മൾ ചീത്തയൊക്കെ പറയുന്നുണ്ടെങ്കിലും കുറച്ച് നേരം ഞങ്ങൾ വിട്ടു കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം അവർ ഇത്രയും അവൾ ഈ 1.5 വയസ്സുള്ള പാൽ കുടിച്ചിട്ട് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് ഇല്ലാതെ ആകുമ്പോൾ ഒരു വിഷമം കാര്യങ്ങളൊക്കെയാണ് അവൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്, ഞങ്ങൾക്കറിയാം. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ അവന് കുറച്ചൊക്കെ എന്നെ വിട്ടു കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ തലയിൽ കയറി നിരങ്ങണം ഉണ്ട്. പിന്നെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മൾ ലവ് ലാപ്പിൻ്റെ തന്നെ ഒരു അടിപൊളി പ്രൊഡക്റ്റ് ആട്ടോ. ഇത് ഞാൻ ആദ്യമായിട്ടാണ് നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നത്. വേറെ ഒന്നുമില്ല, ബേബി ഡെന്റൽ ടൂത്ത് പേസ്റ്റ് ആണ്. ഇത് ഞാൻ ഇപ്പോൾ കാത്തുമ്മയ്ക്ക് കുറച്ച് ദിവസങ്ങളായിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഒരു അടിപൊളി ഐറ്റാട്ടാണ്. അപ്പോൾ ഇത് 100% നാച്ചുറൽ ആയിട്ടുള്ളൊരു ടൂത്ത് പേസ്റ്റ് കൂടിയാണ്. അപ്പോൾ ഞാനത് കാണിച്ചു തരാം. ഞാൻ പൊളിച്ചതുണ്ട്, നമ്മുടെ കാത്തുമ്മയ്ക്ക് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ എസെൻഷ്യൽ ഫ്രീ ആണ്, ഫ്ലൂറിഡ് ഫ്രീ ആണ്. അതേപോലെ തന്നെ ഇത് 50 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റാണ് ഞാൻ മേടിച്ചിരിക്കുന്നത്, 2 എണ്ണം. നമ്മൾ ആദ്യമായിട്ട് മേടിക്കുമ്പോൾ ഞാൻ അങ്ങനെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഫ്ലേവർ മിക്സഡ് ഫ്രൂട്ടിൻ്റെ ഫ്ലേവറാണ് ഞാൻ എടുത്തത്. ടൂത്ത് പേസ്റ്റ് ഇതിൻ്റെ തന്നെ ഒരുപാട് ഫ്ലേവർ വരുന്നുണ്ട്. അതേപോലെ തന്നെ 12 മന്ത് തൊട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. കാരണം ഒരു വയസ്സൊക്കെ കഴിഞ്ഞാലാണല്ലോ ഉണ്ടെങ്കിൽ പല്ലൊക്കെ തേച്ച് തുടങ്ങുക. അപ്പോൾ തൊട്ട് യൂസ് ചെയ്യാൻ പറ്റും. 12 മന്ത് പ്ലസ് ആണ് കൊടുത്തിരിക്കുന്നത്. 12 മന്ത് തൊട്ട് നമുക്ക് എത്ര വയസ്സ് വരെ യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ ഉണ്ണികൾക്കിനെ പല്ലേക്കുമ്പോൾ മിഴുങ്ങി പോയാലോ കാര്യമൊന്നും പ്രശ്നമില്ല. നമുക്കറിയാമല്ലോ, ഉണ്ണികൾക്ക് പല്ലേച്ച് വരുമ്പോൾ അവരോട് പുറത്തേക്ക് തുപ്പാൻ പറഞ്ഞാൽ ഉള്ളിലേക്ക് മിഴുങ്ങുള്ളൂ. അപ്പോൾ അങ്ങനെ ഉള്ളിലേക്ക് ഇറങ്ങിപ്പോയാലോ കാര്യങ്ങളൊന്നും പ്രശ്നമില്ല. ന്യൂട്രൽ pH ബാലൻസ് ചെയ്യുന്നൊരു ടൂത്ത് പേസ്റ്റ് കൂടി ആട്ടത്. പിന്നെ ഫുൾ ഡീറ്റെയിൽസിനും വീഡിയോ താഴെ കൊടുക്കാം. ഞാൻ പേഴ്സണലി പറയുന്ന ഒരു അടിപൊളി പ്രൊഡക്റ്റാണ്. എന്തായാലും നമ്മളെ വീട്ടിൽ ബേബീസ് ഉള്ളവരൊക്കെ ഇതൊന്ന് മേടിച്ച് യൂസ് ചെയ്തൊക്കെ ഒരു അടിപൊളി പ്രൊഡക്റ്റാണ്. എന്തായാലും നമ്മൾ യൂസ് ചെയ്യുന്ന ടൂത്ത് പേസ്റ്റ് ഒന്നും പിള്ളേർക്ക് യൂസ് ചെയ്യാതിരിക്കുക. അപ്പോൾ എന്തായാലും വീട്ടിൽ ബേബീസ് ഉള്ളവരൊക്കെ ഇതൊന്ന് യൂസ് ചെയ്ത് നോക്കുക. അപ്പോൾ എന്തായാലും അവരുടെ ഡീറ്റെയിൽസും കാര്യം ഞാൻ വീഡിയോ താഴെ കൊടുക്കാം. പോരാത്തന്നെ കമൻറ്റ് ബോക്സിൽ ഒരു ലിങ്കും പിൻ ചെയ്തിടാം. നിങ്ങളെല്ലാവരും പോയി ഒന്ന് പർച്ചേസ് ചെയ്ത് നോക്കുക. ബൈ. ഹലോ, ഒരു മിനിറ്റ്. ഇപ്പൊ ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പാല് തിളച്ചു, അത് ഓഫ് ചെയ്തോ. അപ്പൊ നിങ്ങൾ ചിന്തിക്കുന്ന എന്താണ് രാവിലെ കുട്ടിക്ക് കോലുമുട്ടായി കൊടുക്കണേന്ന്? രക്ഷയില്ല, നമുക്ക് കൊടുത്തേ പറ്റൂ. കാരണം നമ്മളെ പാലുകൂടി നിർത്താനുള്ള ശ്രമത്തിലാണ്. ഞങ്ങൾ ഇതിന്റെ മുന്നേ 1-2 ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ രാത്രി കടന്നു കിട്ടിയിട്ടില്ല, പരാജയപ്പെട്ടിട്ടുള്ളൂ. പക്ഷെ ഈ പ്രാവശ്യം പകലൊക്കെ നമുക്ക് കടന്നു പോകും, രാത്രി ഞങ്ങൾ പരാജയപ്പെടാറുണ്ട്. ഫസ്റ്റത്തെ ഉറങ്ങും, പിന്നെ ഇടയിലൊക്കെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഭയങ്കര കരച്ചിലൊക്കെ ആയിട്ട് ഞങ്ങൾ ലാസ്റ്റ് കൊടുക്കേണ്ട അവസ്ഥ വരാറുണ്ട്. പക്ഷെ ഈ പ്രാവശ്യം നമ്മൾ വിജയിച്ചിട്ടുണ്ട്. ഇന്നലെ കാലത്ത് സ്റ്റാർട്ട് ചെയ്തു, ഈ നേരം വരയ്ക്ക് വലിയ കുഴപ്പമില്ലാതെ പോയിട്ടുണ്ട്. അപ്പം രാവിലെ ഭയങ്കര വാശിയാണ്. മുമ്പ് ചോദിച്ചാൽ വേണ്ട പറയും, വാവോ പറയും. പക്ഷെ അങ്ങനെ കരഞ്ഞോണ്ടേ മുമ്പ് വേണ വാവല്ലേ കാലുവാരി അടിച്ചതാ. ഇപ്പൊ വേണ്ടെന്നാണ് കുട്ടി ഇത്ര നേരം പറഞ്ഞത് അല്ലേ? വേണ്ടല്ലോ, വാവല്ലേ, വാവുക. അപ്പോൾ നമുക്കിത് സെറ്റ് ആകുമോ നമുക്ക് നോക്കാം. സെറ്റ് ആയി കഴിഞ്ഞാൽ ഇതിന്റെ ട്രിക്ക് എന്താ ഞാൻ പറഞ്ഞുതരാട്ടാ. ഇപ്പൊ ഒരുപാട് ഞാൻ യൂട്യൂബിൽ വീഡിയോസും കാര്യം കാണുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ കണ്ടിട്ടുണ്ട് ഇതിന്റെ പേരില്. അത് കഴിഞ്ഞിട്ട് ഇത് തീർന്നിട്ട് അത് ഓക്കെ അത് തേക്കണോ ഇത് തേക്കണോ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ ഉപയോഗിച്ചത് ഇത് ഞാൻ ഇവിടെയും കേൾക്കാത്തൊരു കാര്യമാണ്. ഇത് കഴിഞ്ഞിട്ട് ഇത് പൊളിച്ചതാ. അപ്പൊ അതെന്താന്ന് എപ്പ പറയണില്ല, ഇത് സക്സസ് ആയതിന്റെ ശേഷം പറയണല്ലോ. ചിലപ്പോ ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ വല്ല നെഗറ്റീവ് ഉണ്ടാവാം, അത് വന്ന് പറയുന്നേക്കാം നിങ്ങളെല്ലാരും. അങ്ങനെ പാടില്ല എന്നൊക്കെ എനിക്കറിയില്ല. എനിക്ക് സ്വന്തമായി തോന്നിയ ഐഡിയ. എത്ര നാള് ഞാൻ ഓരോട്ടം പരീക്ഷിക്കുമ്പോഴും എനിക്ക് ഫ്ലോപ്പ് ആയി പോകാനുള്ള കാരണം എന്താണോ അതാണ് ഞാൻ ഈ പ്രാവശ്യം തിരുത്തിയിട്ടുള്ളത്. അത് തിരുത്തിയിട്ടാണ് ഞാൻ ഈ പ്രാവശ്യം വേറെ റൂട്ടിലേക്ക്. അത് കഴിക്കാത്തു മറ്റേ അപ്പൊ
ഇന്നത്തെ വീഡിയോ ഫുള്ള് പണിയാട്ടെ. ജലദോഷം പിടിച്ചു ഒക്കെ കൂടിയിട്ട്. വേറെന്താ പണി? അല്ല ഇന്ന് നമ്മുടെ വീട്ടിലത്തെ വിശേഷവും കാര്യങ്ങളൊക്കെ ആയിട്ട് പോവാലോ. ഞാൻ കൂടെ പോണില്ല, ഞാൻ അവിടെ ഉണ്ട്. അപ്പേ പോണല്ലോ. പോണോ എടുത്തോ അമ്മേ, തലമുട്ടണ്ട എടുത്തപ്പ അപ്പക്കടാ പറ്റിക്കാനാണ്. മോളല്ലേ കെട്ടിവെച്ച. ജലദോഷം വന്ന് പക്ഷെ എന്താന്നറിയോ, ഇപ്പൊ ഈ ടൈമില് അത് ഭയങ്കര വിഷമാവുക, പാൽ കുടിക്കാൻ പറ്റത്തില്ല. ആ ഒരു വിഷമം എന്നെ സ്നേഹിച്ചിട്ട് തീർക്കും. എന്നിട്ട് ഉപ്പ് തിന്നാൻ വെള്ളം കുടിക്കും. ഉപ്പ് തിന്നെന്താ വേണ്ടേ? അപ്പൊ പാലിപ്പായി തരാം. ഇതൊന്ന് ചൂടായിട്ട്. എന്ത് ഞാൻ പറഞ്ഞു? ആ എപ്പോഴേക്ക് ഉമ്മ ഇരുന്ന രാത്രി എന്തോരം ഓട്ടാലും ഉമ്മ നിക്കണ് കെട്ടിപിടിച്ച് ഉമ്മ വന്നോണ്ടിരിക്കായിരുന്നു. അപ്പൊ പാലൊക്കെ കാത്തുണ്ടാക്കട്ടെ അല്ലാത്തോ. ഇനി മിക്കവാറും ഡബിങ് ആയിരിക്കും. ആദ്യത്തെ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇത്ര ചൂട് പോരെ? ചെറിയ ചൂട്, വലിയ ചൂട് വേണ്ടല്ലോ. ജലദോഷം പിടിച്ച വല്ലാതെ ഔട്ട പറഞ്ഞ. ഓ ഞാൻ ഇന്നോൾക്ക് പഞ്ചസാര കൊടുക്കാറ്, പക്ഷെ അവൾ പാൽ അത്രയും ഫുള്ളും കുടിക്കുന്നില്ല. പിന്നെ ഞാൻ പഞ്ചസാര ഇല്ലാതെ നോക്കാൻ പറ്റും. ഏതാൾക്ക് വേണ്ടെന്ന് അറിയില്ലല്ലോ. കളിയാക്കി നോക്ക് തന്തേനെ. എങ്ങനെയാ എനിക്ക് ഓർക്കാൻ പറ്റിയ എങ്ങനെയാ? ഇന്ന് രാത്രി ഞാൻ ഉറങ്ങാൻ പറയുമ്പോ അവള് കമ്മ നിർത്തിട്ട് എനിക്ക് ആ ശബ്ദം ഉണ്ടാക്കാറില്ലടാ. അങ്ങനെ കൂർക്കളിക്കുന്ന ശബ്ദമൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. മയക്കുമ്പോ മൊത്തം തുമ്പലിന്റെ ശബ്ദമായിരിക്കും. ഞാൻ മൈക്ക് ഓഫ് ചെയ്യാട്ടാ, കാരണം തീരുമാനം അതാ നല്ലത്. ആ എന്തപ്പോ ഇത്? അങ്ങനെതാ ഇനി ഞങ്ങളെ അടുത്ത പരിപാടി രാവിലേക്ക് എന്തെങ്കിലും ഉണ്ടാക്കാന്ന് കേട്ടോ. അപ്പം ഞാൻ വെള്ളയപ്പം ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പച്ചരിക്ക് വെള്ളത്തിലിട്ടുണ്ടായിരുന്നു. പക്ഷേ അപ്പയ്ക്ക് മോൾക്കും ഇന്ന് വെള്ളയപ്പം ഒന്നും വേണ്ട. മോളൊന്നും പറഞ്ഞില്ല, മോള് വാശി. ഏട്ടൻ പറഞ്ഞു എന്തായാലും അവൾ വാശി, നീ കുറേ ടൈം അടുക്കളയിൽ നിന്ന് കഴിഞ്ഞാൽ അവളെന്നെ കൊല്ലും, അത് ഉറപ്പാന്ന് പറഞ്ഞിട്ട് ഇന്നലെ ഞാൻ ബ്രെഡൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ തുറന്നു നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഇത് ഗോതമ്പിൻ്റെ ബ്രെഡ് എന്തോ ഇല്ലേ, അതായിരുന്നു ഡയറ്റിങ്ങിന് യൂസ് ചെയ്യുന്നത്. പക്ഷെ ഇതെനിക്ക് തീരെ ഇഷ്ടമല്ല കേട്ടോ. ചിലർക്ക് ഇത് മീൻകറി കൂട്ടിയിട്ട് കഴിക്കാറുണ്ട്, അമ്മയ്ക്ക് വീട്ടിൽ മേടിച്ച. പക്ഷെ ഞാൻ ഈ സാധനം മീൻകറി കൂട്ടിയിട്ട് പോലും കഴിക്കില്ല, എനിക്ക് അത്ര ഇഷ്ടമില്ലാത്ത ബ്രെഡാണ്. പിന്നെ രാവിലത്തെ വിശപ്പ് മാറണ്ടേന്ന് വെച്ചിട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കാമെന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ നമ്മൾ വയനാട് പോയപ്പോൾ അവിടെ നിന്ന് നോക്കുമ്പോൾ റിസോർട്ടിന് കിട്ടിയ ഒരു രീതിക്കാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിത് റോസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്, ഒന്ന് മൊരിയിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഓവനിൽ വെച്ചു. 1 മിനിറ്റ് ടൈമും വെച്ചിട്ട് ഞാൻ വെച്ചു. പക്ഷെ 1 മിനിറ്റ് കൊണ്ടൊന്നും ആയില്ല. ഞാൻ 2 മിനിറ്റ് കൊണ്ട് ഇട്ടിട്ട് ശരിക്കും റസ്കിൻ്റെ എന്തെങ്കിലും മൊരിയിച്ചെടുക്കുകയാണ് ചെയ്യുക കേട്ടോ. പിന്നെ നമുക്ക് ജാം വേണം, ബട്ടർ വേണം, അതൊക്കെ ഞാൻ ഓരോന്നായിട്ട് എടുത്ത് വയ്ക്കുന്നുണ്ട്. പിന്നെ ഈ ഡ്രസ്സിട്ട് എന്തായാലും എനിക്ക് കുറച്ച് നെഗറ്റീവ് വരുമെന്ന് എനിക്കറിയാം. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഈ ഡ്രസ്സിട്ട് എനിക്ക് നല്ലോണം നെഗറ്റീവ് വന്നതാണ്. പക്ഷേ എൻ്റെ ഏട്ടന് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഇങ്ങനത്തെ ഡ്രസ്സ് ഇടുന്നത്, അതുകൊണ്ടാട്ടോ ഞാൻ ആദ്യം കൂടി പറഞ്ഞത്. പ്രായം അനുസരിച്ചിടണം, പ്രായത്തിനനുസരിച്ചുള്ള കോലം കെട്ടണം എന്നൊക്കെ പറയും. എനിക്ക് വല്ലാതെ പ്രായമൊന്നും ആയിട്ടില്ല എന്നാണ് എൻ്റെ അറിവ്. 23 വയസ്സാണ് എനിക്ക് ആയിട്ടുള്ളത്. ഞാൻ 100-ൽ 99 ബ്രൈഡ്സിനെ ഒരുക്കാൻ പോകുമ്പോൾ എല്ലാവരും എൻ്റെ ഏജിനും മൂത്തവരായിരിക്കും കൂടുതലും. അപ്പോൾ ഞാനൊരു കല്യാണം കഴിച്ച് ശരിക്കും ഒരു കുട്ടിയാവണ്ടൊക്കെ പ്രായമായിട്ടുള്ളൂ, കല്യാണം കഴിക്കണൊക്കെ പ്രായം എനിക്ക് ആയിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു പ്രായത്തിൽ ഞാനിപ്പോൾ ഇത്ര വലിയ മോശമാണെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ സത്യമായിട്ടും. പിന്നെ അതാ ഞാൻ നേരെ ആളിലേക്ക് വന്ന് കാത്തുമ്മയ്ക്ക് പാൽ കൊടുക്കുക. അപ്പോഴേക്കും ചൂടാറിയിട്ടുണ്ടായിരുന്നു. ഈ കുടിക്കുന്നത് നോക്കണം കേട്ടോ, 2 സെക്കൻഡാണ് കുടിക്കുള്ളൂ, അത് കഴിഞ്ഞാൽ അവൾക്കത് മതി. ഞാൻ ഫീഡ് ചെയ്യുമ്പോൾ അവൾക്ക് എത്ര ടൈം കൊടുത്താലും അവൾക്ക് കുഴപ്പമില്ല, അവൾ എത്ര ടൈം വേണമെങ്കിലും കുടിക്കും. പക്ഷെ കുപ്പിപ്പാൽ അവൾ തീരെ കുടിക്കില്ല കേട്ടോ. അപ്പോഴും പിന്നെ ഏട്ടൻ പറഞ്ഞ് എടുത്തൊരു ഓടി കൊണ്ടുവരാം എന്നിട്ട് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞു. എവിടെ തട്ടിക്കളയായിരുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞു നീയും മോളും കൂടി എന്തെങ്കിലും ചെയ്യുന്നോട്ട് ഞാൻ നേരെ പോയിട്ട് ബ്രെഡൊക്കെ എടുത്തിട്ട് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഏകദേശം സെറ്റായിട്ടുണ്ട്. പക്ഷേ ഇത് നമ്മൾ മൈദ കൊണ്ടുള്ള വൈറ്റ് ബ്രെഡാണെങ്കിൽ ഭയങ്കര ടേസ്റ്റ് കേട്ടോ. ഗോതമ്പ് ബ്രെഡിൽ എനിക്ക് ഇഷ്ടമായില്ല. വെള്ള ബ്രെഡിലൊക്കെ ചെയ്യുമ്പോൾ മൈദയുടെ ബ്രെഡിലൊക്കെ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റാണ്. ബട്ടർ നന്നായി മൊരിഞ്ഞ
ബ്രെഡിൽ ബട്ടർ നന്നായി തേച്ച് കൊടുക്കുക. അതിൻ്റെ മേലേക്ക് ജാമ് തേക്കുക. നല്ല ടേസ്റ്റ്. അതെനിക്കും അതിൽ അമ്മയ്ക്കും അച്ഛനും എല്ലാവർക്കും ഇഷ്ടമുണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ വയനാട് ബോച്ചറ റിസോർട്ടിൽ പോയപ്പോൾ ഇത് കിട്ടിയതാണ് രാവിലേക്ക് വേണ്ടിയിട്ട്. സ്റ്റാർട്ടറായി കിട്ടിയാണ്. പക്ഷേ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ പരീക്ഷിച്ചതാണ്. പക്ഷേ ഈ ഒരു ബ്രെഡ് ആയതുകൊണ്ട് എനിക്കില്ലാതെ ഇഷ്ടപ്പെട്ടില്ല. ഏട്ടൻ പറഞ്ഞു കുഴപ്പമില്ല, ടേസ്റ്റൊക്കെ ഉണ്ടെന്ന് പറഞ്ഞെങ്കിലും എനിക്കിഷ്ടപ്പെട്ടില്ല. നമുക്ക് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള പരിപാടികൾ നോക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ഇതിൻ്റെ ഇടയിൽ ചെറിയ ചെറിയ ശബ്ദങ്ങളുണ്ടാവും. ആരും വിഷമം വിചാരിക്കരുത്. കാരണം ഇവിടെ ഭയങ്കര മഴയാട്ടോ. ഒടുക്കത്തെ മഴയാണ്. പുറത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റാത്ത നിലക്കുള്ള മഴയാണ്. അത് പോരാന്ന് വെച്ചാൽ ഞാൻ എൻ്റെ വീട്ടിൽ നിന്നിട്ടാണ് ഈ വീഡിയോ ഡബ് ചെയ്യുന്നത്. ആ ടൈമിൽ മൈക്കെല്ലാം നമ്മളെ വീട്ടിലാണ്. അപ്പോൾ അതൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് കുറച്ചധികം ശബ്ദങ്ങൾ ഉണ്ടായിരിക്കും. പിന്നെ നമ്മൾ എന്താ വീഡിയോ ഇടാത്തതെന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടുന്നത്. അങ്ങനെ അതേപോലെ തന്നെ കുറേ പേര് ഒരുപാട് ഗെയിമുകളും ചലഞ്ചൊക്കെ പറഞ്ഞു. നമ്മളിനി എന്തായാലും അധികം എഴുതാതൊക്കെ ആയിട്ട് വരും. പിന്നെ ഞാൻ നേരെ ആളിലേക്ക് വന്നിട്ട് ഞാനും ഏട്ടനും കൂടി ഇത് കഴിക്കട്ടെ. എൻ്റെ കയ്യിൽ എന്തുണ്ടോ അതൊക്കെ കാത്തുനാണ്. എൻ്റെ നിന്ന് ഇത് മേടിച്ച് വയ്ക്കുക അവൾ പ്ലേറ്റ് ഇന്നൊന്നും വെച്ചെടുക്കില്ല. എൻ്റെ കയ്യിൽ എന്താണുള്ളത് അത് തന്നെ അവൾക്ക് വേണം. അതങ്ങനെ നിലത്തിടുന്നുണ്ട്. പിന്നെ ഞാൻ അടിച്ചുടച്ചിട്ട വീടായതുകൊണ്ട് തന്നെ ഞാനത് മാറ്റി വെച്ചില്ല. കാരണം മാറ്റി വെച്ചിട്ട് കാല് കാത്തുമ്പോൾ അത് തന്നെ എടുക്കും. അങ്ങനെ ഞാനും ഏട്ടനും കാത്തുമ്മയും കൂടിയിട്ട് ബ്രെഡ് കഴിക്കുന്നുണ്ട്. കൂടെ ടി വിയും കണ്ടിട്ട്. ടി വിയിൽ ഏതോ സിനിമ എന്ന് എനിക്ക് ഓർമ്മയില്ല. ഏതോ ദിലീപേട്ടൻ്റെ പണ്ടത്തെ സിനിമയാണ്. ഏട്ടന് ഭയങ്കര ഇഷ്ടമാണ് ഈ പണ്ടത്തെ സിനിമകളൊക്കെ ഇരുന്ന് കാണാൻ. അവൻ കുറച്ചധികം ടി വി പ്രാന്തനാണ്. ടി വി വെച്ച് ഞാൻ എത്ര ടൈം വേണമെങ്കിൽ സിനിമ കണ്ടിരുന്നോളും. ഞാൻ പക്ഷേ ഇങ്ങനെ വന്നിരുന്ന് പോയി അങ്ങനെ പോവും. പക്ഷേ ഞാൻ മാക്സിമം ടി വി കാണാറില്ല. നമുക്കിങ്ങനെ എന്തെങ്കിലുമൊക്കെ പണികളും കഴിഞ്ഞ് പോകുമ്പോൾ കാണാൻ പറ്റാറില്ല. ചെറുപ്പത്തിൽ ഞാൻ ഇവനെപ്പോലെ തന്നെയായിരുന്നു. ഫുൾ ടൈം വെക്കേഷനോ മുടക്കോ എന്തെങ്കിലും കിട്ടിയ ടി വിയുടെ മുന്നിൽ തന്നെയായിരുന്നു ഫുൾ ടൈമും. ഭയങ്കര ഇഷ്ടമായിരുന്നു സിനിമകൾ കാണാനും കാര്യങ്ങളൊക്കെ. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഞാൻ കൂടുതലും കാണുന്നത് ഈ സിനിമ റിലീസ് ആകുമ്പോൾ തിയേറ്ററിൽ പോയി കാണില്ലേ. അങ്ങനെ ഞാനിപ്പോൾ ഒട്ടുമിക്ക എല്ലാ സിനിമ കണ്ടു. ഒരു ടൈമിൽ നമ്മൾ സിനിമ കാണാനേ പോവില്ല തിയേറ്ററിലേക്ക്. അങ്ങനെ പോയില്ലെങ്കിൽ സിനിമ കാണുകയില്ല. സിനിമകളൊന്നും ഞാൻ കാണില്ല. ഒരു ചെറിയൊരു ഗ്യാപ്പത്തെ സിനിമകളൊന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. പിന്നെ ടി വിയിൽ വന്ന് ഞാൻ കാണാതിരിക്കില്ല, അങ്ങനെയാണ്. പക്ഷെ ഇപ്പം ഞാൻ അടുപ്പിച്ച് എല്ലാ സിനിമകളും കാണുന്നുണ്ട്. അതും പറയണമല്ലോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളങ്ങനെ കുറച്ച് നേരം ടി വി കണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾ കഞ്ഞി എടുത്തു. അവൾ വല്ലാതെ ബ്രെഡ് കഴിച്ചിട്ടില്ലല്ലോ. അപ്പോൾ ഞാൻ കഞ്ഞിയും വെളുത്തുള്ളി അച്ചാറും എടുത്തു. ഇത് രണ്ടാൾക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. വെളുത്തുള്ളി അച്ചാർ കൂട്ടി കഞ്ഞി അവൾ കുടിക്കും. അതും ഞാൻ പറഞ്ഞു കുറേയൊന്നുമില്ല. പക്ഷേ എന്തെങ്കിലും ഒന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ അവൾ ഇങ്ങനെ കഴിക്കുള്ളൂ. ചിലർ കയ്യോ വീഡിയോയിൽ കാണുന്ന പോലെയല്ലോ അത് ഭയങ്കര കുഞ്ഞിയതാണല്ലോ. സത്യമായിട്ടും കുഞ്ഞിയതാ. എന്താ ചെയ്യുക, നമുക്ക് എങ്ങനെ ചീത്ത പറഞ്ഞാലും ഫുഡ് കഴിക്കില്ല. ചില കുട്ടികൾ വല്ല ചീത്ത പറഞ്ഞാൽ വല്ല വെള്ളത്തിൽ കളിക്കാനോ മുറ്റത്ത് കളിക്കാനൊക്കെ ഇറക്കി കഴിഞ്ഞാൽ ഫുഡ് കഴിക്കുമെന്ന് പറയാം. പക്ഷേ ഇവളങ്ങനെ കഴിക്കില്ല. ഇവളങ്ങനെ കളിക്ക് ഇറക്കി കഴിഞ്ഞാൽ പിന്നെ ഫുൾ ശ്രദ്ധ കളിയിലായിരിക്കും. ഫുഡ് കഴിക്കുക എന്നുള്ള മൈൻഡില്ല. അങ്ങനെ ഞാൻ അവളെ കൂടുതലും ഇങ്ങനെ എടുത്തിട്ട് അവൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ടച്ചിൻസ് അപ്പുറത്ത് വെച്ചെടുക്കും. അവൾക്ക് അച്ചാർ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അച്ചാറിനെ എടുത്ത് കൊണ്ടുപോകണമെങ്കിൽ നീ കഴിച്ചോ എന്ന് പറഞ്ഞാൽ അവൾ 2-3 വായി കഴിക്കും. കണ്ടാൾ മതിയാക്കി. പിന്നെ ഞാൻ നിർബന്ധിച്ച് കുറച്ച് നേരമൊക്കെ കഴിച്ചു. അവൾക്ക് കഞ്ഞി കൊടുക്കുന്നതിനൊപ്പം ഞാനും കുടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏട്ടൻ കാറിൽ നിന്നുള്ള ഐറ്റംസൊക്കെ കൊണ്ടുവരും. നമ്മൾ ഇന്നലെ വർക്ക് കഴിഞ്ഞിട്ട് വീട്ടിൽ നിന്ന് വരുമ്പോൾ കാറിലേക്ക് കുറച്ച് ഐറ്റംസൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും ഇറക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് ഏട്ടൻ എടുത്ത് കൊണ്ടുവരുന്നുണ്ട്. പിന്നെ ഇപ്പോൾ കാത്തുമ്പോൾ കഴിക്കുന്ന വേറൊരു കാര്യമാണ് ഇളനീര്. ഇളനീരിൻ്റെ കാമ്പ് മാത്രം. കാമ്പ് തന്നെയാണോ എല്ലായിടത്തും പറയാൻ എനിക്കറിയില്ല. അതിൻ്റെ വെള്ളം അവൾക്ക് വേണ്ട. അടുത്ത പക്ഷേ കാമ്പ് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് അവൾ കഴിക്കും. അപ്പോൾ ഞങ്ങൾ 4 ഇളനീരും കൂടി വീട്ടിലേക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതും നേരത്തെ എപ്പോഴെങ്കിലും നമുക്ക് വെട്ടി കൊടുക്കാമല്ലോ വിചാരിച്ചിട്ട്. പാലുകൂടി നിർത്തേണ്ട ശ്രമമായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഓരോന്ന് കഷ്ടപ്പെടുന്നത്. അല്ലെങ്കിൽ പിന്നെ അവൾ പാൽ കുടിക്കുമ്പോൾ ഞങ്ങൾക്ക് സമാധാനമായിട്ട്. കാരണം 3 നേരത്തെ ഫുഡും പാലും കുടിച്ചാൽ ഓക്കെ അവൾ വയറിനറിയാൻ ഏകദേശം ആയിട്ടുണ്ടെന്നുള്ള സമാധാനം. പിന്നെ എൻ്റെ ഇടയിൽ 2 പേരും എന്തൊക്കെ കഴിക്കും. ഇപ്പോൾ പാൽ കൂടി ഇല്ലാത്തതിനും കുപ്പിപ്പാലും കുടിക്കില്ല. അപ്പോൾ ഒരു ടെൻഷനാണ്. അങ്ങനെ നമ്മൾ ചോറ് തിളപ്പിച്ച് കൂട്ടാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഒന്നുകൂടി വേവണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് ഞാൻ വാർക്കാൻ വെക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഏട്ടൻ എനിക്ക് നാളേരും വിളിച്ച് തരുന്നുണ്ട്. നമുക്ക് എന്തുണ്ടാക്കാൻ ചെമ്മീൻ ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഏട്ടൻ കാത്തുമിക്കുള്ള ഇളനീര് വെട്ടി കൊടുക്കണം. ഞാൻ ചോദിക്കാം ഏട്ടൻ നാശമായിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുക. കാരണം നമ്മൾ ഇന്നിപ്പോൾ മേടിച്ചിരിക്കും, നമുക്ക് നാളെ വർക്കിന് എടുക്കാൻ പറ്റില്ല. പിന്നെ മറ്റൊന്ന് 2 ദിവസം ഗ്യാപ്പ് വരുമ്പോൾ ഇത് നാശമാവും എനിക്കൊരു പേടി കൂടുതലാണ്. പിന്നെ ഏട്ടനോട് ചോദിച്ചപ്പോൾ ഏട്ടൻ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാൻ നാളികേരം ചിരങ്ങാൻ വേണ്ടി നോക്കണം. നാളികേരം ചിരകുകയാണെങ്കിലും കാത്തു കഴിഞ്ഞ് വന്നിട്ട് കൈയിട്ട് വരും. കാരണം കാത്തുന് നാളികേരത്തിൻ്റെ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവൾക്ക് ഇതും ഇളനീരൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഏട്ടനോട് പറഞ്ഞു ഏട്ടാ നീ ഇളനീര് വെട്ടിക്കോ, അല്ലെങ്കിൽ നാളികേരം ഞാൻ ചെരുകുമ്പോൾ മൊത്തം എടുത്ത് തിന്നുമെന്ന് പറഞ്ഞിട്ട് ഏട്ടനെ വിട്ടയച്ചതാണ്.
ഈ ഒരു 4 ഇഞ്ച് ചെരുകുന്നത് നല്ല ആട്ടാ, നന്നായി ചെരുകാനും കാര്യങ്ങളൊക്കെ പറ്റുന്നുണ്ട്. കുഴപ്പമില്ല. നമുക്ക് ഇങ്ങനെ കബോർഡ് വർക്ക് ചെയ്യുമ്പോൾ പണ്ട് വീട്ടിൽ വെക്കില്ലേ ഇങ്ങനെ പാതിപുറത്ത് സെറ്റ് ചെയ്തിട്ട്, അങ്ങനത്തെ വെക്കാൻ പറ്റുന്നില്ലല്ലോ. അങ്ങനെ വെക്കാൻ പറ്റാത്തതുകൊണ്ട് ഇതൊക്കെ നല്ലത് തന്നെയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടത്. ഇങ്ങനെ ഒന്ന് അമർത്തി നിൽക്കണമെന്ന് മാത്രം, നമ്മൾ കുറച്ച് ആരോഗ്യമാകുമ്പോൾ ഇങ്ങനെ അമർത്തി പിടിക്കണം. അപ്പോൾ കണ്ട നാളികേരത്തിന് വേണ്ടിയിട്ടാണ് അവൾ അവിടെ വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഏട്ടാ നീ വേഗം വെട്ടിക്കോ എന്ന് പറഞ്ഞു. കാരണം എനിക്ക് ഒന്നാമത്തെ 4 ഇഞ്ച് ചെരുക്കാൻ ഭയങ്കര മടിയുള്ള ഒരാളാണ്. ഞാൻ ചെരുക്കുന്നത് മൊത്തം അവൾ എടുത്തുകൊണ്ട് പോവുക. പിന്നെ ഞാൻ എന്ത് ചെയ്യും, അപ്പോൾ എൻ്റെ ഒരു ഏട്ടൻ എനിക്ക് ഗ്ലാസ്സൊക്കെ ചോദിക്കുന്നുണ്ട് ഇളനീർ വെള്ളം തരാൻ വേണ്ടിയിട്ട്. ഇളനീർ വെള്ളം എനിക്കും ഏട്ടനുള്ളതാണ്, കാമ്പ് അവൾക്കും. കാമ്പ് നമുക്ക് തരി പോലും തരില്ല കേട്ടോ. അത് നമ്മളങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു. പിന്നെ അവൾ അലമ്പുണ്ടാക്കിക്കൊണ്ടേയിരിക്കും, കരഞ്ഞ് നമ്മളെ വായന്ന് തോണ്ടെടുക്കും. എന്നാലും അവൾക്കൊരു സമാധാനം കിട്ടുള്ളൂ. അങ്ങനെ പണി കഴിഞ്ഞപ്പോൾ അത് ഞാൻ മാറ്റി വെച്ചിട്ട് പിന്നെ ഞാൻ ചെമ്മീൻ തല കളയണ്ടേ, ഉണക്ക ചെമ്മീനാണ്. അപ്പോൾ അതിൻ്റെ തല കളയാൻ വേണ്ടിയിട്ട് എടുക്കണം. ഇതും ഒരു മെനക്കെട്ട പരിപാടിയാണ്. എനിക്ക് ചെമ്മീൻ ചമ്മന്തി ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഇങ്ങനെ ചില കാര്യങ്ങൾ ചില നേരത്ത് മടി തോന്നും. കാരണം നമ്മൾ ചെയ്യുമ്പോൾ കണ്ടിന്യൂസ് ചെയ്ത് പോകണം. പക്ഷേ എൻ്റെ മോള് എന്നെ അങ്ങോട്ട് ഇങ്ങോട്ട് വിളിച്ച് കരഞ്ഞ് അലമ്പുണ്ടാക്കുമ്പോൾ നമ്മൾ കഴിയുമ്പോൾ ചെമ്മീനെ നമുക്കൊന്നും എടുക്കാനും പറ്റില്ല കുട്ടീനെ. അപ്പം എനിക്ക് അതുകൊണ്ടൊക്കെയാണ് എനിക്ക് ഇങ്ങനത്തെ വല്ല പണിക്ക് നിൽക്കാൻ ഭയങ്കര മടിയിട്ട്. നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഒന്നിലും നിൽക്കാൻ പറ്റില്ല. അപ്പോൾ അതാ നമ്മളെ മഴ വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഭയങ്കര മഴയും ഈ കമ്പിക്കൂടെ അങ്ങോട്ട് ഫുള്ള് വെള്ളം വീഴുന്നുണ്ട് കേട്ടോ. ഭയങ്കര കാറ്റത്തായിട്ട് ആ ഒരു ബാക്ക് സൈഡിൽ വെള്ളം നന്നായി വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏട്ടാ അടുത്ത തുണികളും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ്. ഞാൻ അപ്പോഴോടെ ചെമ്മീമ തന്നെ കുസ്തി. പിന്നെ അതാ ഞാൻ പറഞ്ഞു ഏട്ടാ കാത്തുമനെ കൊണ്ടുപോകാൻ പറഞ്ഞപ്പോൾ അപ്പയും മോളും മഴയത്ത് പോയി നിന്നിട്ട് കളിക്കണു. ഇവിടെയും നമ്മളെ ഒരു സിറ്റോണ്ട് പകുതിയോളം വെള്ളം വരുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ കാറ്റത്ത് ചീതലടിച്ചിട്ട് അയിമയാണ് ഈ രണ്ടാളും കൂടി കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇപ്പോഴും പറയും ഇങ്ങനെ ഫ്രണ്ടിലേക്ക് ഇറങ്ങരുത്, കാരണം ടൈൽ ഇങ്ങനെ വഴുക്കലുണ്ടാവും, വീഴുമോ എന്നൊക്കെ എനിക്ക് ഭയങ്കര പേടിയാണ്. ഞാൻ അടുക്കളയിലുള്ള നേരത്തിൻ്റെ ഉള്ളിലാണ്. ഞാൻ കുട്ടീനെ കൊണ്ടൊന്ന് മാറാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ പുറത്തൊന്നും ഇങ്ങനെ കളിക്കുന്നു ഞാൻ വിചാരിച്ചില്ല. ഇത് കണ്ട ഏട്ടനെ എന്നോട് വന്നിട്ട് വീഡിയോ കാണിച്ചു തന്നിട്ട് പറഞ്ഞു ഇതാ അച്ഛനമ്മയും കണ്ട എനിക്ക് ചീത്ത ഉറപ്പാണ്. അച്ഛൻ ഇതൊക്കെ ഭയങ്കര പേടിയുള്ള ദിവസം. ഒന്ന് കുട്ടിയുടെ തലയും വെള്ളം വീഴുന്നത്, ഇങ്ങനത്തെ സ്ഥലത്ത് പോയി നിൽക്കുന്നത് ഇതൊക്കെ അച്ഛന് പേടിയാണ്. അപ്പോഴേക്കും ഞാൻ എൻ്റെ അടുക്കളത്തെ ഏകദേശം പണി തീർത്തു. ചുവന്നുള്ളി ചെമ്മീൻ ചമ്മന്തി കാഴ്ചകൾ എല്ലാവരും തൊല്ലൊക്കെ കളഞ്ഞ് സെറ്റാക്കി വെച്ച് അടുക്കളയ്ക്ക് വൃത്തിയാക്കിയിട്ടു. ഇനി ഞങ്ങൾ കുളിക്കാൻ പോവാട്ടോ. കാരണം ഇവിടെ ഉള്ളപ്പോൾ ഞാനൊരു ഏകദേശം ഒരു 11 മണിയൊക്കെ ആകുമ്പോഴേക്കും ഞാൻ മിക്ക ദിവസവും കുളിക്കാറുണ്ട്. എല്ലാ ദിവസവും ഞാൻ പറയില്ല, മിക്ക ദിവസവും കുളിക്കാറുണ്ട്. ഇനിയിപ്പോൾ പെട്ടെന്ന് നമുക്ക് അടിക്ക് വേസ്റ്റ് എല്ലാം കൊണ്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ കുളിക്കാതെ കൂറയായിട്ട് പോകണ്ടല്ലോ വെച്ചാൽ ഞാൻ മിക്ക ദിവസവും കുളിക്കാറുണ്ട്. ചില ദിവസങ്ങൾ കുളിക്കാത്തതുണ്ട് കേട്ടോ. നമുക്ക് നല്ല ക്ലീനിങ് ഒക്കെ ഉള്ള ദിവസം ഞാൻ കുളിക്കാറില്ല. എനിക്ക് മേത്ത് പൊടി വീണെങ്കിൽ ഭയങ്കര മടിയുള്ള ഒരാളാണ്. അതിനതാ ഞങ്ങൾ കുളി കഴിഞ്ഞ് വന്ന് ഏട്ടനും കുളിക്കാൻ വിട്ടേക്കാണ്. ഏട്ടനും കുളിക്കാൻ വിട്ടേക്ക് നിങ്ങൾ ചിന്തിക്കപ്പോൾ ഇത് കാണുമ്പോൾ നമ്മൾ വീഡിയോയ്ക്ക് വേണ്ടി അവൻ മടി അഭിനയിക്കുന്നത് ആണെന്ന്. പക്ഷെ അല്ല, അവന് ഭയങ്കര മടിയാണ് കുളിക്കാൻ. അവന് നമ്മളിങ്ങനെ കുത്തി തിരുമ്പി വിട്ടേക്കണം. പിന്നെ ഞാൻ ഇന്ന് കുറച്ച് നേരം വഴിക്കൊണ്ട് വിളക്കത്തിച്ചില്ല. ഞാനൊന്നും അവിടെ പ്രാർത്ഥിച്ച് എൻ്റെ മുടിയത്തെ ചിക്കൊക്കെ കളയാണ്. ഇവിടെ ആണെങ്കിൽ നിറയെ വെള്ളമായിട്ട് അവിടെ ഇറങ്ങാനോ ഒന്നിനും പറ്റാത്ത അവസ്ഥയാണ്. അത്രയ്ക്കും വെള്ളം വരുന്നുണ്ട് ആ ഒരു ഏരിയയിലേക്ക്. അതേപോലെ കാറ്റ് വീശിയിട്ട് നമ്മളവിടെ ഒതുക്കി വയ്ക്കുന്ന സാധനങ്ങളൊക്കെ ഇങ്ങനെ പരന്ന് വീണ് കിടക്കുക. അവിടെ എപ്പോഴും കാറ്റ് വീശിയാൽ വീഴുക. ഇത് തന്നെയാണ് എൻ്റെ മെയിൻ പരിപാടി. ഇതൊക്കെ ഒതുക്കി വയ്ക്കലാണ് എൻ്റെ ഇപ്പോഴത്തെ വേറൊരു പരിപാടി. അതായത് ഞാൻ ചമ്മന്തി ഉണ്ടാക്കാൻ നോക്കുന്നുണ്ട്. അപ്പുറത്ത് മുട്ട ഓംപ്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സബോള അരിയാനായിട്ടോ ഞാൻ നോക്കുന്നത്. അപ്പോൾ സബോളന് കുഞ്ഞിതാക്കി അരിയുന്നുണ്ട്. ഈ ഒരു മുട്ട ഓംപ്ലേറ്റും ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. ചെറുപ്പത്തിൽ ഞങ്ങൾക്ക് അമ്മ ഉണ്ടാക്കി തന്ന ഒരു ഓംപ്ലേറ്റ്, ഓംപ്ലേറ്റ് എന്നല്ല കൊത്തി പൊരിച്ചെടുക്കുക, ഒരു ഉപ്പേരി പോലെ. ഇതും ഒരു നാരങ്ങച്ചാറുണ്ടെങ്കിൽ നമുക്ക് വയറ് നിറച്ച് ശരിക്കും ചോറുണ്ടാൻ പറ്റും കേട്ടോ. നമുക്ക് വേറെ ഒന്നും പ്രത്യേകിച്ച് വേണ്ട. അതിൻ്റെ കൂടെ ഒരു ഉണക്കമീനൊക്കെ ഉണ്ടെങ്കിൽ ഒന്നുകൂടി സ്പെഷ്യലായിട്ട് നമുക്ക് അന്തസ്സായിട്ട് ഫുഡ് കഴിക്കാൻ പറ്റും. എനിക്ക് ഉണക്കമീൻ ഭയങ്കര ഇഷ്ടമുള്ള ആളാട്ടോ. നിങ്ങളിലും അങ്ങനെയുണ്ട്, അങ്ങനെ വീട്ടിൽ ഉണക്കമീൻ ഇഷ്ടമുള്ള ആൾക്കാർ. എനിക്ക് പച്ചമീൻ വറുത്തേക്കാട്ടും ഇഷ്ടം ഉണക്കമീൻ വറുത്താണ്. അതാണെങ്കിൽ നമുക്ക് ഒരു ചെറിയൊരു പീസ് മേടിക്കാൻ തന്നെ കുറേ ചോറുണ്ണാൻ പറ്റും. അപ്പോൾ അതാ നമ്മൾ മുഴുവൻ എടുത്തിട്ടുണ്ട്, ചെമ്മീൻ ഞാൻ കഴുകിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ നന്നായി തോട് കളഞ്ഞതിന് ശേഷം കഴുകി മാറ്റി വെച്ചാണ്. അതേപോലെ മുഴുവൻ ഇത് ഞാൻ എത്ര ഒരു 12 എണ്ണം അങ്ങോട്ട് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ചുവന്നുള്ളി കൂടി തൊലി കളഞ്ഞത് ഇട്ട് കൊടുത്തു. ഇത് രണ്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് നാളികേരം ഇട്ട് കൊടുക്കാം. ഞാൻ അപ്പോഴേക്കത് മാറ്റി ചൈമിക്കൊക്കെ ചൂടടിക്കുമ്പോഴേ ഒരു മെഴുക്ക് പോലെ ആവുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ മാറ്റി വെച്ചതാണ്. പിന്നെ നമ്മൾ നാളികേരം കൊണ്ട് ഇട്ട് കൊടുത്ത് ഇത് നന്നായി വറുത്ത് കിട്ടണം കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് ദിവസമൊക്കെ വയ്ക്കാൻ പറ്റും, ഒരാഴ്ചയൊക്കെ വയ്ക്കാൻ പറ്റും. ഇനിയിപ്പോൾ
ഗൾഫിലേക്ക് കൊടുത്തേക്കാണെങ്കിൽ എനിക്ക് തോന്നുന്നു ചുവന്നുള്ളി ഇട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ ചുവന്നുള്ളി ഇട്ടിട്ട് നാളികേരം ഇട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. ചുവന്നുള്ളി നന്നായി വറുത്തെടുത്തിട്ട് നാളികേരം ഇടാതിരുന്നാലും കുറച്ച് ദിവസമൊക്കെ ഇരിക്കും. നാളികേരം ഉണ്ടെങ്കിലാണല്ലോ കാരമണം വരിക, കാരശ്ശൂരൊക്കെ വരിക. അതൊന്നും ഇല്ലാതിരിക്കും. നന്നായി വറുത്തെടുക്കണം, നല്ല മൊരിഞ്ഞ് കിട്ടണം. ഇത് ഞാൻ ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് 2-2.5 ആഴ്ചത്തോളമൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഞങ്ങളിൽ അങ്ങനെ ഇരിക്കില്ലെങ്കിലും ഞാൻ മാക്സിമം യൂസ് ചെയ്യാറുണ്ട്, കുറേയൊക്കെ ചമ്മന്തി ഉണ്ടാക്കി വെക്കണ ദിവസം. പിന്നെ അതാ ഈ മിഠായി നിങ്ങൾക്ക് ആരെങ്കിലും അറിയോ? ഇങ്ങനെ വായിലിട്ടാൽ പൊട്ടുന്നത്. എനിക്കെൻ്റെ പേരൊന്നും അറിയില്ല, പക്ഷേ ഈ ഒരു മിഠായി എനിക്ക് ഭയങ്കര ഓർമ്മകളാട്ടോ. കാരണം അമ്മാമ്മ ഞങ്ങളെ വീട്ടിലായിരുന്നു നിന്നത് ഫുള്ളും. അപ്പം ഇടയ്ക്കിടയ്ക്ക് മറ്റുള്ള മക്കളെ വീട്ടിൽ നിൽക്കാൻ പോകും, മേമരൊക്കെ വീട്ടിൽ നിൽക്കാൻ പോകും. അപ്പം നിൽക്കാൻ പോകുമ്പോൾ റിട്ടേൺ വരുമ്പോൾ അമ്മാമ്മ ഞങ്ങൾക്ക് മേടിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് ഈ ഒരു മിഠായി. അമ്മാമ്മ കറക്റ്റ് പൈസ കൊണ്ട് പോകും. അപ്പോൾ പോകുമ്പോൾ അങ്ങോട്ട് പലഹാരം മേടിച്ചുകൊണ്ട് പോകും. പിന്നെ റിട്ടേൺ വരാനുള്ള പൈസ മാത്രം അമ്മാമ്മയുടെ കയ്യിൽ വയ്ക്കുള്ളൂ. അപ്പോൾ റിട്ടേൺ വരാൻ വയ്ക്കണേൽ കുന്നോളം എത്തുമ്പോൾ ബാക്കി എത്രയാണോ രൂപ ഉള്ളത്, ആ കുന്നോളത്ത് നിന്ന് നമ്മളെ വീട്ടിലേക്കുള്ള ബസ് ചാർജ് വെച്ചിട്ട് ബാക്കി എത്ര പൈസയാണുള്ളത് അതിന് അമ്മാമ്മ കപ്പലാണ്ട് ഇതേപോലത്തെ മിഠായിയൊക്കെ കൊണ്ടുവരും കേട്ടോ. എനിക്കപ്പോൾ ഈ ഒരു മിഠായി എപ്പോൾ കണ്ടാലും എനിക്ക് എൻ്റെ അമ്മാമ്മേനെയാണ് കൂടുതൽ ഓർമ്മ വരിക. അമ്മാമ്മ ഞാനും അടിയൊക്കെ ഉണ്ടാക്കുമെങ്കിലും ഭയങ്കര സെറ്റുകാരായിരുന്നു. ഞാനും അമ്മാമ്മയും പണ്ടത്തെ തമിഴ് സിനിമയുടെ ഫാൻസായിരുന്നു. അപ്പോൾ ചില ടൈമിലൊക്കെ ഇങ്ങനെ നമ്മളെ ലൈഫിൽ നിന്ന് അവർ വിട്ട് പോകുമ്പോഴായിരിക്കും നമ്മൾ അവരെ വില കൂടുതൽ അറിയുക. പലപ്പോഴും എനിക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്ന ഒരാളാട്ടോ എൻ്റെ അമ്മാമ്മ. എൻ്റെ അനിയത്തിക്ക് വയ്യാത്ത ടൈമിലും ഹോസ്പിറ്റലിൽ അവൾ കിടക്കുമ്പോഴും എന്നെ നോക്കിയിരുന്നത് എൻ്റെ അമ്മാമ്മയായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുറേ നാൾ അവൾ ഹോസ്പിറ്റലിൽ എടുക്കുമ്പോൾ അമ്മ കുഞ്ഞിൻ്റെ അടുത്താവുമ്പോൾ അമ്മാമ്മയായിരിക്കും എൻ്റെ അടുത്ത് ഫുള്ളുണ്ടാവും. അപ്പോൾ എനിക്കൊരു അമ്മയെപ്പോലെ തന്നെയാണ് എൻ്റെ അമ്മാമ്മയും. പറഞ്ഞ് ഇവിടേക്കൊക്കെ എത്തി ഭയങ്കര വിഷമമുള്ള ഒരാളാട്ടോ. അപ്പോൾ അത് ഏകദേശം ഇത്രയും ഒരിഞ്ഞ് വരുമ്പോൾ നമ്മളത് വേറെ പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ഞാൻ ആദ്യം ചെമ്മീൻ വറക്കാൻ മറന്നു കേട്ടോ, അതുകൊണ്ടാണ് മാറ്റി വയ്ക്കേണ്ടി വന്നത്. അല്ലെങ്കിൽ നമുക്ക് ചെമ്മീൻ വറുത്തിട്ട് ചെമ്മീൻ റോസ്റ്റ് ചെയ്തിട്ട് മാറ്റി വെച്ചാലും മതി. പിന്നെ ചെമ്മീൻ നന്നായി നമ്മൾ കഴുകിയതല്ല, അപ്പോൾ നന്നായി ചൂടാക്കി എടുക്കുക. നിങ്ങൾക്ക് ചെമ്മീൻ കഴുകിയതിൻ്റെ ശേഷം വെയിലത്ത് വെച്ച് ഉണക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ഉണക്കിയിട്ട് പിന്നെ ഒന്ന് മുരിയിച്ചെടുത്താൽ മതി. ഇതെനിക്ക് വെയിലത്തൊന്നും വയ്ക്കാൻ പറ്റും. ഞാൻ കുറേ നേരം വെള്ളം വരാൻ വെച്ചതിൻ്റെ ശേഷം ഞാൻ ഇതൊക്കെ നന്നായി മുരിയിച്ചെടുക്കുന്നുണ്ട്. അപ്പുറത്ത് ഞാൻ എലിശ്ശേരി ഇന്നലെ വീട്ടിൽ നിന്ന് കൊടുന്ന കേട്ടോ. ഇന്നിപ്പോൾ പാലുകൂടി നിർത്താനുള്ള ശ്രമമായതുകൊണ്ട് തന്നെ അമ്മ പറഞ്ഞു കാത്തുമ്പോൾ നിന്നൊന്നും ചെയ്യാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വീട്ടിലുണ്ടായിരുന്ന എലിശ്ശേരി എനിക്ക് ആക്കിയെന്നാണ്. അപ്പോൾ അത് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ചൂടാക്കുന്നുണ്ട്. വേറെ കാര്യമൊന്നും ഞാൻ പ്രത്യേകിച്ച് വെക്കണില്ല. ചെറിയ കുട്ടികളുള്ളവർക്ക് മാത്രമേ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അറിയുള്ളൂ, പിള്ളേരെ നോക്കാനുള്ളതിൻ്റെ ഒരിതൊക്കെ. ഇങ്ങനെ ഒറ്റയ്ക്ക് നിങ്ങൾക്ക് ഇങ്ങനെ കൈ മാറിയിട്ട് കാര്യമില്ലാത്തതിൻ്റെയൊക്കെ ഒരു ബുദ്ധിമുട്ട് അറിയുള്ളൂ. പിന്നെ മുട്ട കൊത്തി പൊരിക്കുന്നത് ഏട്ടൻ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോറും ബാക്കിയുള്ള കറികളൊക്കെ കാസറോളിക്ക് മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഏട്ടൻ സബോള ഞങ്ങൾ പച്ച വെളിച്ചെണ്ണയിലാണ് ചെയ്യുന്നത്, നന്നായി മുരിയിച്ചെടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഉപ്പും കുത്തിമുളക് ഇട്ട് കൊടുക്കും. അത് നന്നായി മൂത്ത് വരുമ്പോൾ അതിലേക്ക് മുട്ട ഇട്ടിട്ട് നന്നായി കൊത്തി പൊരിച്ചെടുക്കുകയാണ്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതാ ഞാൻ ചമ്മന്തി പൊടിക്കാൻ ആദ്യം നോക്കുന്നത്. ചമ്മന്തിയൊക്കെ ഞാൻ പൊടിക്കാൻ നോക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കുറച്ചേശം ഓരോന്നിട്ടിട്ട് ചെറിയ ജാറിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്ത് വെക്കും. ചമ്മന്തി പൊടി പോലെ എടുക്കണുള്ളൂ കേട്ടോ. നന്നായി അരച്ച് കഴിഞ്ഞാൽ ചമ്മന്തി പോലെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതാക്കി എടുക്കുമ്പോൾ പൊടിയായിട്ട് കിട്ടും. അത് നമ്മളൊരു ഉണങ്ങിയ പാത്രത്തിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ അതിൻ്റെ ടേസ്റ്റൊക്കെ നോക്കാൻ കൊടുക്കുന്നുണ്ട്. ഇതിൽ എന്തെങ്കിലും കൂടുതലുണ്ടോ, ഉപ്പ് കുറവുണ്ടോ, എന്തെങ്കിലും ഇടണോ എന്നറിയാൻ വേണ്ടി ഞാൻ ഏറ്റവും കൂടുതൽ കൊടുക്കുക ഏട്ടനാണ്. കാരണം ഇഷ്ടപ്പെട്ടവർക്കാണ് അതിൻ്റെ എന്ത് കുറവുണ്ടെങ്കിലും പെട്ടെന്ന് മനസ്സിലാവുക. അപ്പോഴേക്ക് ഏട്ടത് അവിടെ കുത്തിയ മുളകൊക്കെ ഇട്ടിട്ട് മൊരിയിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് പിന്നെ 3 കോഴിമുട്ട പൊട്ടിച്ച് ഒഴിച്ചു, നന്നായി കൊത്തി പിടിച്ചെടുത്തു. അപ്പോഴേക്ക് നമ്മളെ കത്തുമ്മ എൻ്റെ ഒക്കത്ത് കയറിയിട്ടുണ്ട്. അത് ഏകദേശം ചമ്മന്തി എല്ലാം ആയിട്ടുണ്ട്. ഏട്ടന് ചമ്മന്തി ആവാൻ തുടങ്ങുമ്പോഴേക്കും ഏട്ടന് വിശന്ന് തുടങ്ങിയിട്ടാ. പൊന്നാ വിശക്കണു വേഗം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് വിശപ്പോണ്ടല്ല സത്യത്തിൽ, അവന് ഇഷ്ടമുള്ള കറികളായതുകൊണ്ടാണ്. നമുക്ക് അവന് ഇഷ്ടമില്ലാത്ത കറികളാണെങ്കിൽ രാത്രിയായാലും അവന് വിശക്കില്ല കേട്ടോ. അങ്ങനെ ഒരു സ്വഭാവം കൂടി അവനുണ്ട്. മുട്ട കൊത്തി പൊരിച്ചതും അല്ലാതുമായി. അതിന് നമുക്ക് ചമ്മന്തി ഒരു പാത്രത്തിൽ മാറ്റി വയ്ക്കാം. അത് ഞാൻ മാറ്റുമ്പോഴേക്കും ഏട്ടൻ പറയുന്നുണ്ട്, പിന്നെ ഇത് മാറ്റി വയ്ക്കേണ്ട, അതിനുള്ളതൊന്നും ഇല്ല, ഇത് ഇന്നലെ നാളെയായിട്ട് തീരും, ഇത് നീ കഷ്ടപ്പെട്ട് ഡപ്പലാക്കി വെക്കേണ്ടെന്ന് പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞേ അതിന്റെ ആവശ്യമില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചമ്മന്തി ഉണ്ടാക്കി. അപ്പം തന്നെ ഇവന് വായിച്ചെടുക്കാൻ, കാരണം ഇവനാണ് ഈ ചെമ്മീൻ ചമ്മന്തിയുടെ ആള്.
നല്ലേരും കറക്റ്റ് പുളിയും നമുക്ക് ചോറിന ഞാൻ അവന്റെ ഇഷ്ടത്തിനുണ്ടോട്ടെ. തരി പോലും ചമ്മന്തി കളയില്ല എന്നുള്ള മതി. നമുക്ക് ഇഷ്ടമുള്ള ചമ്മന്തി അല്ല. ഞാൻ അതുകൊണ്ട് ഇങ്ങനെ മേടിച്ച് നമുക്ക് വറുക്കും കഴിയുമ്പോഴേക്കും ഇതുവരെയും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയില്ലായിരിക്കും. പിന്നല്ല പരാതി പറഞ്ഞു ചെമ്മി മേടിച്ച് വെച്ചിട്ട് പോരെ ഉണ്ടാക്കിയ ആരാ പറഞ്ഞേ? ഇഷ്ടപ്പെട്ട സാധനമാണ് മൊത്തം ചോറ്. എലിശ്ശേരി, ചമ്മന്തി, കുഞ്ഞി കുഞ്ഞിക്ക് എന്നെ നോക്കിക്കൊണ്ടിരിക്കുക. പിന്നെ അതാ ഞാൻ ഓരോന്നും പാത്രത്തിൽ കറികളൊക്കെ ഞാൻ മാറ്റാൻ വേണ്ടിയിട്ട് കാസറോൾ എടുക്കുകയാണ്. എനിക്കിങ്ങനെ ഇതിലേക്കാക്കിയിട്ട് ഇങ്ങനെ അടച്ച് വയ്ക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ നമ്മൾ ഉണ്ടാക്കിയ പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് കഴിഞ്ഞാൽ രാത്രിയാകുമ്പോഴും നല്ല വൃത്തിയിൽ അടക്കള ഇരുന്നോളൂ. അപ്പോൾ ഞാൻ ഓരോരോ പാത്രത്തേക്ക് അപ്പം ഉണ്ടാക്കിയതൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ എത്ര പെട്ടെന്നാണെന്ന് അറിയാം എൻ്റെ അടുക്കള വൃത്തികേടാവുന്നത്. എനിക്കതിനെ അടുക്കള വൃത്തികേടാവുന്നത് ഇഷ്ടമല്ല. പിന്നെ ഇതാ നമ്മൾ ഫുഡൊക്കെ ഞാൻ നേരെ മേശ കൊണ്ട് വയ്ക്കുന്നുണ്ട്. അപ്പോഴേക്കും ഏട്ടൻ കാത്തുമ്മേനെ അവളെ സീറ്റിൽ കൊണ്ട് ഇരുത്തി സെറ്റാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാ നമ്മൾ ഏകദേശം ഐറ്റംസൊക്കെ ആയപ്പോൾ ഞാൻ പറഞ്ഞു ഏട്ടനെ പോയിട്ട് നമ്മളെ ടീസ്പൂണിൻ്റെ സ്റ്റാൻഡൊക്കെ എടുത്തിട്ട് പോയി. ഞാൻ ഇതൊരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ടൈം ടേബിൾ ക്ലീൻ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ എടുത്തുകൊണ്ട് വായോ എന്നൊക്കെ പറഞ്ഞിട്ട് ഏട്ടൻ പോയി അതൊക്കെ എടുത്തുകൊണ്ട് വരുന്നുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള ടീസ്പൂണുകളും കയ്യിലൊക്കെ ഞാൻ ഇട്ട് വെച്ചു. അപ്പോൾ പിന്നെ നമുക്ക് കറികൾക്ക് ടീസ്പൂൺ ഇല്ല എന്ന് പറഞ്ഞിട്ട് അടുക്കളയ്ക്ക് പോകേണ്ട ആവശ്യമില്ല. പിന്നെ അപ്പോഴേക്കും ഏട്ടൻ ഞങ്ങൾക്കുള്ള പ്ലേറ്റും കൊണ്ടുവന്നു. ഞാൻ അപ്പോഴേക്കും കാത്തുമരം മുടി കെട്ടിയേക്കേണ്ട ഒരു ബണ്ണ് എടുത്തു കേട്ടോ. കാരണം എനിക്ക് കുട്ടികൾ ഫുഡ് കഴിക്കുമ്പോൾ കണ്ണിൻ്റെ മൂക്കിൻ്റെ ഇടയ്ക്ക് മുടി ഇരിക്കുന്നത് എനിക്ക് ഭയങ്കര ദേഷ്യമുള്ളൊരു കാര്യമാണ്. അവളെ മുടി ഉണങ്ങാത്തതുകൊണ്ട് ഞാൻ ഇന്ന് കെട്ടി വെച്ച് കൊടുക്കാൻ. പക്ഷേ ഫുഡ് കഴിക്കും മുടി ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് സമാധാനത്തോടെ ഫുഡ് കഴിക്കാനേ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതൊക്കെ കെട്ടി വെച്ചു. പിന്നെ അതാ ഏട്ടനും അവൾക്കുള്ള ചോറ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ അവർക്ക് കറികൾ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. മുട്ട കുത്തി പൊരിച്ചതിട്ട് കൊടുക്കുന്നുണ്ട്. അത് കാത്തുമ്പോൾ ഞാൻ കുറച്ചിട്ട് കൊടുത്തു കാത്തുമ്പോൾ കഴിച്ചാലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ അവൾ അധികം കഴിച്ചില്ല കേട്ടോ. കഞ്ഞി വയറ് നിറയെ കുടിച്ചിട്ടുള്ളതുകൊണ്ട് അധികം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. കുറച്ചാഴ്ച കഴിച്ചിട്ടുള്ളൂ. ചമ്മന്തി ഏട്ടൻ പറഞ്ഞു അത് ഞാൻ ഇട്ടോളാം, എനിക്ക് ആരും ഇട്ടുതരണ്ട, അത് എനിക്ക് സ്വന്തമായിട്ട് ഇടുന്നതാണ് ഇഷ്ടം, എന്നാലും എനിക്ക് കമത്താൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അടിപൊളി എലിശ്ശേരി അമ്മ ഉണ്ടാക്കിയതാ. എലിശ്ശേരി എങ്ങനെയുണ്ട്? ബാക്കിയുള്ള വീട്ടിൽ നിന്ന് എടുത്തോടുന്നു. നമ്മളെ കാത്തമ്മയും മാമൂണായിരുന്നുണ്ട്. നമ്മുടെ ഇന്നത്തെ ഫുഡ് ഇതാട്ടോ. പിന്നെ അതാ ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട്. എനിക്കും ഇഷ്ടമുള്ളൊരു ഐറ്റമാണ് ചെമ്മീൻ ചമ്മന്തി. നമ്മൾ ഈ ക്രിസ്ത്യൻ കല്യാണ വീട്ടിലേക്കൊക്കെ പോകുമ്പോഴാണ് ശരിക്കും ചോറ്, ചെമ്മീൻ ചമ്മന്തി, മീൻകറി, മോരുകറി, ചിക്കൻ വറുത്തൊക്കെ ഉണ്ടാവുക. ഞാൻ അങ്ങനെ വല്ല കല്യാണത്തിന് പോയി കഴിഞ്ഞാൽ ചെമ്മീൻ ചമ്മന്തിയും ചിക്കൻ വറുത്തും മാത്രം കൂട്ടിയിട്ടുള്ള ചോറിന് വേറെ കറികളൊന്നും ഞാൻ ആദ്യം എടുക്കാറില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടം അങ്ങനെ കഴിക്കാനാണ്. എനിക്ക് ഇന്നും ഓർമ്മ തൃശ്ശൂർ ഞാൻ ഒരു കല്യാണത്തിന് പോയിട്ട് അവിടെ നിന്ന് കിട്ടിയ ചെമ്മീൻ ചമ്മന്തി ഭയങ്കര ടേസ്റ്റാണ്. എനിക്ക് തോന്നുന്നു അത്രയും ടേസ്റ്റുള്ള ചെമ്മീൻ ചമ്മന്തി ഞാൻ പിന്നെ കഴിച്ചിട്ടില്ല. അത്രയും ടേസ്റ്റാണ്. എനിക്ക് ആ കല്യാണം ഓർമ്മയുണ്ടായിട്ട് പെൺകുട്ടീനൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് ഇപ്പോഴും. അതൊരു കല്യാണം മണ്ഡപം എൻ്റെ മൈൻഡിൽ കിടക്കുന്നുണ്ട്. പക്ഷെ അത് ആ ചമ്മന്തിയുള്ള ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അത് ഞാൻ പറയണല്ലോ. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ട ചമ്മന്തിയാണ് ചെമ്മീൻ ചമ്മന്തി. ഞാൻ മറ്റുള്ള ചമ്മന്തികൾ കൂട്ടിയാണ് ചോറ് അധികം കഴിക്കാറില്ല. ചെമ്മീൻ ചമ്മന്തി കൂട്ടി ഞാൻ ചോറുണ്ണു. ഏട്ടന് ഏത് ചമ്മന്തി കൂട്ടിയാലും അങ്ങനെ മനസ്സ് നിറയെ ഫുഡ് കഴിച്ചിട്ടാ ഏട്ടാ ഹാപ്പി. ചെമ്മീൻ ചമ്മന്തി ഉണ്ടെങ്കിൽ സ്വതവേ നന്നായി ഫുഡ് കഴിക്കും. നിറയെ ഫുഡൊക്കെ കഴിച്ചു. ഇയാൾ കുറച്ചേരം കിടന്നുറങ്ങണ്ട കേട്ടാ. എന്നിട്ട് നമുക്കൊന്ന് പുറത്ത് പോകാണ്ട് ഒന്നാം പോവാ ഇവിടെ കിടന്ന ഒരാള് ഗുഡ് നൈറ്റ് ഫുഡ് കഴിച്ചിട്ട് എടുക്കണ്ടേ. അങ്ങനെ
എനിക്ക് ഓരോ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാനുള്ളതുകൊണ്ട് തന്നെ ഞാൻ ഉറങ്ങിയില്ല. പക്ഷെ അപ്പയും മോളും നല്ലൊരു ഉറക്കം ഉറങ്ങിയിട്ടാ. അപ്പയ്ക്ക് മോൾക്ക് സുഖമായിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റി, എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ മതിയല്ലോ. കാത്തുമ്മയ്ക്ക് ഞാൻ പാൽ കൊടുത്തിട്ട് അവിടെ ഉറക്കിയത്, അതുകൊണ്ടാണ് അപ്പുറത്ത് പാലും കുപ്പിയൊക്കെ ഇരിക്കുന്നുണ്ട്. അവിടെ കാത്തും കുറേ നേരം വാശി പിടിച്ചിട്ട് ഉറങ്ങിയത്, ആൾക്ക് പാല് കിട്ടാത്തതിന്. പിന്നെ എഴുന്നേറ്റപ്പോൾ ആൾ ചെമ്മീൻ ചമ്മന്തി കഴിക്കട്ടെ. പിന്നെ ഒരു ബുൾസൈക്ക് ഉണ്ടാക്കി കൊടുത്തപ്പോൾ അതും ചെമ്മീൻ ചമ്മന്തി കളിരുന്ന് കഴിച്ചു. അമ്മ 8 എന്നാണ് കുട്ടി പറയുന്നത്. കുട്ടിക്ക് അപ്പേരല്ല മോള് ചെമ്മീൻ ചമ്മന്തി ഇഷ്ടമില്ലാതിരിക്കുമോ? ഞാൻ എത്ര വട്ടാന്നറിയാം ചെമ്മീൻ ചമ്മന്തി ഇട്ടോട്ട് നല്ല എരിവുണ്ട്, എന്നാലും ഉള്ളൊരു കുഴപ്പമില്ലാതെ കഴിച്ചിരുന്നു. പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് എത്തിയപ്പോൾ അപ്പയും മോളും കൂടി നടക്കുന്നതാട്ടെ. ഇവരെങ്ങോട്ടാണ് പോകണമെന്ന് എനിക്കറിയില്ല. ഈ വീഡിയോ എപ്പോഴും എടുത്തതെന്നും എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല സത്യം പറയാമല്ലോ. പക്ഷെ ഇതെൻ്റെ വീണ്ടും മിറ്റാന്ന് എനിക്കറിയാം. പിന്നെ അത് അങ്ങനെ നമ്മൾ ശോഭയ്ക്ക് പോയി. വൈകുന്നേരം ആയപ്പോൾ നമ്മൾ ശോഭയിലേക്ക് പോയി. അവിടെ പോയപ്പോൾ അമ്മ ഉണ്ണികൾക്കുള്ള ഡ്രസ്സ് എടുക്കുകയായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങളവിടെ വെറുതെ വീഡിയോ എടുത്താണ്. നമ്മളെ കാത്തുമുണ്ട് വെള്ളം പൊക്കം ഉണ്ടെന്നുള്ള നിലയ്ക്കാണ് ട്രൗസറും പൊക്കിയിട്ട് നടക്കുന്നത്. എന്തിനാണ് അവൾ ഈ ട്രൗസർ പൊക്കിയെന്ന് എനിക്കിപ്പോഴും അറിയില്ല. അമ്മ ബില്ലടിക്കാൻ നിൽക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ അപ്പളേക്കും അമ്മ അച്ഛനെ ഷർട്ട് നോക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഫുഡ് കോർട്ടിലേക്ക് വന്നു. കാത്തുമ്മയ്ക്കും കൊടുക്കാനൊക്കെ ഈ ഉരുളക്കിഴങ്ങ് അടുത്ത് ഇതൊക്കെ മേടിച്ചു കൊടുത്തു. പിന്നെ ആ നേരത്ത് ഞങ്ങൾക്ക് ഇത് മേടിച്ചു തന്നിട്ട് ഏട്ടൻ നേരെ സിനിമയ്ക്ക് ടിക്കറ്റ് എടുക്കാനായിട്ട് പോയത്. ഇപ്പോൾ അവന് ശോഭയിലെത്തിയപ്പോൾ സിനിമ കാണണം. അപ്പോൾ അവൻ ഏതായിരുന്നു സിനിമ, ലവ്ലി, ആ സിനിമയ്ക്ക് വേണ്ടി അവൻ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോയി. അപ്പോൾ ഞങ്ങൾ എപ്പോഴും എന്നെ പറയും കേട്ടോ, ഏറ്റവും ബാക്കത്തെ സീറ്റിന് കുറച്ചും കൂടി റേറ്റ് കൂടുതൽ, നീ അത്ര വലിയ ടിക്കറ്റ് എടുക്കണ്ട, നോർമൽ എടുത്താൽ മതി. എപ്പോൾ പറഞ്ഞാലും അവൻ കേൾക്കില്ല. അവന് ഞങ്ങളെ സിനിമയ്ക്ക് കൊണ്ടുപോകുമ്പോൾ ഏറ്റവും ബെസ്റ്റ് ഏതാണ് അങ്ങനെ കൊണ്ടുപോകും. അവൻ്റെ കാശുള്ളപ്പോൾ അതേപോലെ, കാശുള്ളപ്പോൾ പൂരം പോലെ ആഘോഷിക്കുന്നു. അങ്ങനത്തെ ഒരു പഴഞ്ചൊല്ലില്ലേ, എന്തായാലും പഴഞ്ചൊല്ലുണ്ട്, എനിക്ക് ഓർമ്മയില്ല. കാശുള്ളപ്പോൾ അവ അത്ര അടിച്ച് പൊളിച്ച് എല്ലാ കാര്യവും ചെയ്യും, കാശില്ലാത്തപ്പോൾ മിണ്ടാതിരിക്കും. ടിക്കറ്റൊക്കെ എടുത്തുകൊണ്ട് ഞാൻ ചീത്ത പറഞ്ഞിരിക്കുന്നു കേട്ടോ. നേരത്തെ തന്നെ സോപ്പ് ഇടാൻ വേണ്ടി എടുത്തായിരുന്നു വീഡിയോയാണിത്. അപ്പോഴും അച്ഛനമ്മയും വന്നില്ല, അവരും വെയിറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഇരിക്കുന്നത്. കാരണം എന്നിട്ട് വേണം നമുക്ക് ഫുഡ് എന്തെങ്കിലും കഴിച്ചിട്ട് നേരെ ഞാൻ സിനിമയ്ക്ക് കയറാൻ. ഇപ്പോഴാണ് എനിക്ക് തോന്നുന്നത് ഒരു 6:45 നമ്മൾ 7:40 സിനിമയ്ക്കാണ് ടിക്കറ്റ് എടുത്തിരിക്കുന്നത്. പക്ഷേ പിള്ളേർക്ക് കാരണം ഫുഡ് നമ്മൾ ഓർഡർ ചെയ്തെത്തി അവർക്കൊക്കെ വായിൽ ചുരുക്കുകയും ഏകദേശം ടൈം എന്തായാലും ആവും. കറക്റ്റ് ടൈമിലെങ്കിലും കയറിയാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ എനിക്ക് നെയ്ച്ചോറും ബീഫും മേടിച്ചു, അമ്മയ്ക്ക് അച്ഛനും ബിരിയാണി മേടിച്ചു, പിന്നെന്താ ഉണ്ണികൾക്ക് പിസ്സ. അങ്ങനെ ഓരോരുത്തർക്കും ഓരോന്നായിട്ടാണ് മേടിച്ചിട്ടുള്ളത്. എനിക്ക് ഇവിടുത്തെ നെയ്ച്ചോറും ബീഫും ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അങ്ങനെ ഞങ്ങളത് മേടിച്ചു. അപ്പോൾ ചക്കമ്മ അടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. എൻ്റെ പിസ്സയിൽ ഞാൻ തൊടാൻ സമ്മതിക്കില്ല. അപ്പോൾ ബേബി പറഞ്ഞു എന്നാൽ പിന്നെ ഞാൻ എൻ്റെ നെയ്ച്ചോറിൽ തൊടാൻ സമ്മതിക്കില്ല, എന്നാണ് കൈയെടുത്ത് മാറ്റി വെച്ചുകൊണ്ടിരിക്കുന്നത്. ബേബിയോട് പിന്നെ എന്തെങ്കിലും തരില്ല പറഞ്ഞു. പിന്നെ ബേബി കുട്ടികളെയും കാട്ട് അപ്പുറമായിരിക്കും വാശിയിൽ, ഞാൻ അടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ വായിൽ വെച്ച് തരാം എന്നൊക്കെ പറഞ്ഞു. ഏട്ടന് ഞാൻ ആദ്യം ബീഫ് കൊടുക്കുന്നുണ്ട് നല്ലതാണോ നോക്കാനായിട്ട്. അവനാണ് ബീഫിൻ്റെ ആൾ, അവന് ഭയങ്കര ഇഷ്ടമാണ് ബീഫും നെയ്ച്ചോറ്, ബീഫ് കറിയും പൊറോട്ട ഇതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. അങ്ങനെ പിന്നെ ഞങ്ങൾ വീഡിയോ ഒന്നും എടുത്തില്ല, അന്തസ്സായിട്ട് നന്നായി ഫുഡ് കഴിച്ചിട്ട് എല്ലാം കാലിയായിട്ടുണ്ട്. ലാസ്റ്റത്തെ അമ്മ ഉണ്ണികൾക്ക് വായിൽ വെച്ച് കൊടുക്കുകയാണ്. അത്ര നേരം യുദ്ധമായിരുന്നു ഫുഡിൻ്റെ. നിങ്ങൾക്ക് പോയി മേശ കണ്ടാൽ തന്നെ അറിയാൻ പറ്റും യുദ്ധം കഴിഞ്ഞിരിക്കുന്ന സ്ഥലം പോലെ തന്നെ ഉണ്ട്. അതിൻ്റെ ഇടയിൽ അച്ഛൻ ചായ മേടിച്ച് കുടിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും വയറ് ഏകദേശം ഫുള്ളായിട്ടുണ്ട്. പിന്നെ ഉണ്ണികളോടും കഴിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫുഡൊക്കെ കഴിച്ച് ഫുള്ളായിട്ട് കിടന്നുറങ്ങിയാൽ മതി എന്നുള്ള നല്ല വീട്ടിലാണ് ഞങ്ങൾ എല്ലാവരും ഇരിക്കുന്നത്. ഒന്ന് കിടക്കാൻ പറ്റിയിരുന്നെങ്കിൽ നന്നായെന്ന് വെച്ചിട്ട് ഞങ്ങളെല്ലാവരും ഇരുന്നത്. അപ്പോൾ അതയ്യോ പറഞ്ഞിട്ട് നമ്മളെ പിള്ളേർ സെറ്റ് നടക്കുന്നുണ്ട്. അങ്ങനെ കുണുക്കെ ഓരോ വയ കഴിക്കുമ്പോൾ പറയും മതിയെന്ന്. അങ്ങനെ അവൻ ഒരു പകുതി ബിരിയാണിയും കഴിച്ചു കിട്ടാം. പിന്നെ അങ്ങനെ ഞങ്ങൾ കാശിൽ പോപ്കോണും കാര്യങ്ങളെല്ലാം മേടിച്ച് ഞങ്ങൾ സിനിമയ്ക്ക് കയറാൻ വേണ്ടി നിൽക്കുകയാണ്. പക്ഷെ 7:40 പറഞ്ഞിട്ട് സിനിമ തുടങ്ങുമ്പോൾ നമ്മൾ ഉള്ളിലേക്ക് തന്നെ കയറ്റുമ്പോഴേക്കും 8 മണി ആവാറായിട്ടുണ്ടായിരുന്നു. എന്തോ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് സാധാരണത്തെ പോലെ ഇന്ന് കുറച്ച് ലൈറ്റ് ആയിട്ടാണ് നമുക്ക് ഉള്ളിൽ കയറാൻ പറ്റിയത്. അങ്ങനെ ഉള്ളിലേക്ക് കയറിയപ്പോൾ ഞങ്ങൾ അറിവില്ല, അവൻ പറഞ്ഞു ഞങ്ങൾ ഫ്രണ്ടിലത്തെ സീറ്റ് എടുത്തിട്ട് അതാണ് എടുത്തുകിടന്നൊക്കെ അവരത് പറയുന്നുണ്ടായിരുന്നു. നോക്കട്ടെ എന്നിട്ട് നേരെ ഏറ്റവും ബാക്കിലേക്ക് തന്നെ എത്തി. പിന്നെ അങ്ങനത്തെ നമ്മൾ സിനിമയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സിനിമ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ഇതുവരെയ്ക്ക്, ഞങ്ങൾ എത്തിയിരുന്നിട്ടുള്ളൂ. അപ്പോഴേക്കും പകുതി പോപ്കോൺ തീർന്നിട്ടുണ്ടായിരുന്നു. 3D സിനിമ ആയതുകൊണ്ട് തന്നെ കണ്ണാട കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് പകുതിയോളം ഞാനല്ല വെച്ചിരുന്നത്, നമ്മളെ കാത്തുമ്മയാണ്. അവൾക്ക് ഈ കണ്ണാടിയും ചെരുപ്പൊക്കെ ഒരു പ്രാന്താണല്ലോ, അത് അവൾ വെക്കുമെന്ന് നമുക്ക് ഉറപ്പായിരുന്നു. പക്ഷേ കുറേ നേരം അവളെ തന്നെയായിരുന്നു. സാധാരണ സിനിമ തുടങ്ങി ഞങ്ങൾ പാൽ കുടിച്ചാണ് ഉറങ്ങാറുണ്ട്. പക്ഷേ ഈ പ്രാവശ്യം പാലും കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് അവൾ ഉറങ്ങിയില്ല. എൻ്റെ കണ്ണാടി വെച്ചിട്ട് അവൾ ഭയങ്കര കളിയായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു കുറച്ചാണ്ട് ഏകദേശം ഒരു 15 മിനിറ്റത്തെ
സിനിമ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമാണ് എനിക്ക് കണ്ണട കിട്ടിയത്. അതുവരെയ്ക്ക് പൊട്ടന്മാരെന്തായിരുന്നു ഞാൻ സിനിമ കണ്ടത്. പിന്നെ നമ്മൾ വീടെത്തിയപ്പോൾ നമ്മൾ വീണ്ടും എലോ മമ്മി സിനിമ കാണാൻ പോവുകയാണ്. ടി വിയിൽ എലോ മമ്മി സിനിമ ഇറങ്ങിയിട്ടുണ്ട് യൂട്യൂബിൽ. അപ്പോൾ അത് കാണാമെന്ന് പറഞ്ഞിട്ട് ഇരിക്കുന്നത് കേട്ടോ. ഞങ്ങൾക്ക് സിനിമ ഇറങ്ങിയ ടൈമിൽ നമ്മളെ വീട്ടിൽ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ആ സിനിമ കാണാൻ പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ടി വിയിൽ കാണുകയാണ്. അപ്പോൾ അതാ ഞങ്ങൾ രാത്രി എല്ലാം സെറ്റാക്കി ഞങ്ങൾക്ക് ആവശ്യമുള്ള ജ്യൂസൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓരോന്നൊക്കെ എടുത്ത് അടുക്കളയ്ക്ക് പോയിട്ടാണ്. അപ്പോൾ ഒരു മൂവി നൈറ്റ് വീഡിയോ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ ഇതൊക്കെ എടുത്തിട്ടുണ്ടെങ്കിലും എനിക്ക് ഇതുവരെയ്ക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്താണ് പണിയെന്ന് വെച്ചാൽ എനിക്കറിയില്ല. അതിൻ്റെ ഇടയിൽ ഞാൻ ഒന്ന് വീഴാൻ പോയതാണ്. ഇപ്പോൾ കണ്ട് നിങ്ങൾ ചിന്തിക്കുക എന്താ അവൾക്ക് പറ്റിയെന്ന്. ഞാൻ ഒന്ന് കാലിൽ തെറ്റി വീഴാൻ പോയതാണ്. അപ്പോൾ ഫ്രാഷൻ ഫ്രൂട്ടിൻ്റെ ജ്യൂസ് അടിക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ ജ്യൂസ് മെയിനാട്ടോ. നമുക്ക് എന്തെങ്കിലുമൊക്കെ ജ്യൂസ് കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കാത്തുമ്മയ്ക്ക് സ്റ്റീൽ ഗ്ലാസ്സിൽ അല്ലെങ്കിൽ ചില്ലി ഗ്ലാസ്സുകൾ പൊട്ടിക്കും. അപ്പോൾ അവൾക്ക് സ്റ്റീൽ ഗ്ലാസ്സിലും ഞങ്ങൾക്ക് ചില്ലി ഗ്ലാസ്സിലും പിന്നെ ജ്യൂസെല്ലാം സെറ്റാക്കുന്നുണ്ട്. അതിലേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ 7up മേടിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് വരുന്ന വഴിക്ക്. അപ്പോൾ അതൊക്കെ പൊട്ടിച്ചൊഴിക്കുകയാണ്. ബേട്ട അത് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചാൽ എന്തെങ്കിലും പഞ്ചസാര ഇടാത്തതെന്ന്. അവന് പഞ്ചസാര വേണ്ട അത്ര. പക്ഷെ ഞാൻ കുറച്ച് പഞ്ചസാര ഇട്ടു. എനിക്ക് ഒന്നുകൂടി മധുരം വേണം. ഞാൻ മധുരപ്രിയയാണ്. എനിക്കത് ഞാൻ പ്രഗ്നൻ്റ് ആയതിൻ്റെ ശേഷമായിരിക്കും എനിക്ക് ഇത്ര മധുരത്തിനോട് ഇഷ്ടം വന്നു. പക്ഷേ ഇപ്പം എനിക്ക് നന്നായി മധുരം വേണം കേട്ടോ, ജ്യൂസിലാണെങ്കിലും ഒക്കെയും. ഞാൻ തുള്ളി കുടിച്ചപ്പോൾ കാത്തുമ്മീൻ ചോദിച്ചു. ഞങ്ങൾ അവൾക്ക് കൊടുക്കാറില്ല സാധാരണ. അവളെ മുന്നിലേക്ക് നമ്മളിതൊന്നും കൊണ്ടുവരാറില്ല കേട്ടോ. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷൻ നമ്മൾ വീഡിയോ എടുക്കുന്ന ടൈമിലും മാത്രമാണ് ഇങ്ങനെ അവളെ കണ്ണിൽ പെടുക. പിന്നെ ചോദിച്ചപ്പോൾ ഇനി കരയിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചാൽ തുള്ളി കൊടുത്തു. തുള്ളി അവൾ ജ്യൂസും വല്ലാതെ കുടിച്ചില്ല. അതിന് തരിപ്പുള്ളതുകൊണ്ട് അവൾ ജ്യൂസും കുടിച്ചില്ല. ഞങ്ങൾ തന്നെയാണ് കുടിച്ചത്. അങ്ങനെ ഇതൊക്കെ സെറ്റാക്കി. പിന്നെ ഞങ്ങൾക്ക് സ്നാക്സായിട്ട് പ്രത്യേകിച്ചൊന്നും ഇല്ലാത്തതുകൊണ്ട് വീട്ടിൽ അണ്ടിപ്പരിപ്പും ബദാമല്ല അണ്ടിപ്പരിപ്പ്, പിസ്ത, ഈത്തപ്പഴമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ പ്ലേറ്റിലാക്കിയിട്ട് അത് കഴിക്കാമെന്ന് വിചാരിച്ചു. സാധാരണ ഞങ്ങൾ തട്ടുകടയിൽ നിന്ന് വല്ല ഫുഡ് ഐറ്റംസ് മേടിച്ച് വയ്ക്കാൻ്റെ സിനിമ കാണുമ്പോൾ. പക്ഷേ ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് അണ്ടിപ്പരിപ്പ് 2 മോഡലുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ മിക്സ് ആക്കിയിട്ട് ഇട്ടാണ്. എനിക്ക് റോസ്റ്റഡാണ് ഇഷ്ടം. പക്ഷേ ഏട്ടെല്ലാം കഴിക്കും. പക്ഷേ എനിക്ക് എന്ത് ഫുഡിലും എൻ്റേതായൊരു രീതികളുണ്ട്. എനിക്ക് അതൊക്കെ വേണം, എന്നാലും ഞാൻ കഴിക്കുള്ളൂ. അവന് മറ്റുള്ള ഫുഡുകളൊക്കെ ഇട്ടെങ്കിലും ഇങ്ങനത്തെ ദിവസത്തിലൊന്നും ഇല്ല കേട്ടോ. കാത്തുമ്മയ്ക്കും ഇല്ല. കാത്തുമ്മ അപ്പേപ്പോലെ എല്ലാം കഴിക്കും. അങ്ങനെ ഞങ്ങൾ ഇതൊക്കെ എടുത്ത് കഴിഞ്ഞ് നേരെ സിനിമ കാണാൻ പോവുകയാണ്. ഏകദേശം ഇപ്പോൾ തന്നെ ഏകദേശം ഒരു 10 മണി 11 മണി ആവറായിട്ടുണ്ട് കേട്ടോ. ഞാൻ എന്നെ പറഞ്ഞു ചേട്ടാ നമുക്ക് വേഗം കിടന്ന് ഉറങ്ങണം, സിനിമ കഴിഞ്ഞപ്പോൾ കിടന്ന് ഉറങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ കാണിയിരിക്കുന്നത്. കാരണം നമ്മൾ നേരം വഴിക്ക് കിടന്നാൽ നേരം വഴിയിട്ട് ഞാൻ എഴുന്നേക്കുള്ളൂ. രാത്രി മൊത്തം കാത്തുമ്മേനെ ഉറക്കാലും നടത്തലും ഇടുക്കലൊക്കെ ആകുമ്പോൾ രാത്രിത്തെ ഉറക്കം കറക്റ്റ് ആവില്ല. അപ്പോൾ അതാണ് നമ്മൾ സിനിമയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വശമൊക്കെ എനിക്ക് കുറച്ച് പേടി തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തോ കുറച്ചധികം പേടി തോന്നിയൊരു ഭാഗങ്ങളായിരുന്നു ഇതെല്ലാം. പക്ഷേ ബാക്കിയൊക്കെ കുറേ കോമഡികളുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഡയലോഗുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാനുമായിട്ട് കുറേ നേരം ചിരിച്ച് കണ്ട ഒരു പടം തന്നെയായിരുന്നു ഇത്. എനിക്ക് ലവ്ലി എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു മൂഡ് ഓഫ് മാറാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ സിനിമ കണ്ടത്. പക്ഷേ ഈ സിനിമ നല്ലതായിരുന്നു, സെറ്റായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ മെഴുകുതിരിക്ക് ഓഫ് ചെയ്തു. കാരണം കാത്തുമ്മ അമ്മ കണ്ട് കൈവച്ചാലോ, നമ്മൾ സിനിമ എൻ്റെ ശ്രദ്ധയിൽ അവളെ എമൗണ്ട് കൈവച്ചാലോ എന്ന് പേടിച്ചിട്ട് ഞാൻ അതൊക്കെ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കാത്തുമ്മ മുമ്പ് ചോദിക്കാറ് ഞാൻ അവിടെ നെഞ്ച് തയ്ച്ചാൽ അയ്യോ എന്നൊക്കെ ആക്കുന്നുണ്ട്. പിന്നെ അത് അവിടെ സിനിമയിൽ പാട്ട് സ്റ്റാർട്ട് ചെയ്തപ്പോൾ അപ്പയും മോളും ഭയങ്കര ഡാൻസായി. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കുള്ളൂ. അപ്പോൾ നാളെ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.